ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ പോക്കറ്റ്സ് ആണ്. അത് ചിക്കൻ ബ്രസ്റ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഗാർലിക് സോസും കൊറിയാൻഡർ സോസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹലോ, ഞങ്ങളിന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ്. ഞങ്ങളിന്ന് കുറച്ച് ചിക്കനും വെജിറ്റബിളും ഒക്കെ വാങ്ങിക്കാനായിട്ടാണ് പോകുന്നത്. നല്ല തണുപ്പാണ്, അതാണ് ഈ ഹാറ്റൊക്കെ വെച്ചേക്കുന്നത്. ഇതാണ് ഞങ്ങൾ പോകുന്ന ഫിറ്റ്നസ് ജിമ്മ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഫുഡ് മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിക്കണം, വെജിറ്റബിൾ വാങ്ങിക്കണം, പിന്നെ ഷവർമ പോക്കറ്റ്സ് വാങ്ങിക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ്. ഇത് 2.2 പൗണ്ട്സ്, അതായത് 1 കിലോ ഉണ്ട്. ഇത് ഞാൻ കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് ഞാൻ പിന്നെ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറുമാണ് ഇടുന്നത്. ഇനി കുറച്ച് തൈര് ഇടണം. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. 1/2 മണിക്കൂർ അതങ്ങനെ ഇരിക്കട്ടെ. ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്: ക്യാരറ്റ്, ക്യാബേജ്, സെലറി, മല്ലിയില, പിന്നെ കുക്കുംബർ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ചെറുതായിട്ട് ഞാൻ സ്ലൈസ് ചെയ്ത് എടുക്കുക കേട്ടോ. ഒരു സവാളയുടെ പകുതിയും ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇടുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കണം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യുവാണ്. അതിങ്ങനെ തീ കുറച്ചിട്ടിട്ട് 2 സൈഡും മറിച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അടച്ചു വയ്ക്കരുത്. ഇത് മുളക് പിക്കിൾ ഇട്ടേക്കണയാണ്. ഇത് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതും കൂടെ ഇടുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായി. ഇനി മയണൈസ് ഉണ്ടാക്കുവാണ്. അതായത് ഗാർലിക് സോസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ 2 എഗ് വൈറ്റും കുറച്ച് വിനീഗറും പിന്നെ കുറച്ച് ഓയിലും, ഒലിവ് ഓയിലാണ് ഒഴിച്ചിട്ട് അത് മിക്സിയിൽ അങ്ങ് നന്നായിട്ടൊന്ന് കറക്കണം. അത് കഴിഞ്ഞ് തുറന്നിട്ട് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കറക്കി വരുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഗാർലിക് സോസ് നമുക്ക് റെഡിയായി കിട്ടും.
കുറച്ച് മല്ലിയിലയും തൈരും ഉപ്പും പച്ചമുളകും കൂടെ മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ നമ്മുടെ മല്ലിയില ചട്നിയും റെഡിയാവും. ഇനി ചിക്കൻ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ ഷവർമ വയ്ക്കാനുള്ള സ്മാർട്ട് പോക്കറ്റ്സ്. ഇത് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടാക്കിയെടുത്ത് തിരിച്ചും മറിച്ചു വിട്ട് ചൂടാക്കിയെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്താണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് തുറന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചിക്കനും വെജിറ്റബിൾസും എല്ലാം വെച്ച് നമ്മുടെ ഷവർമ പോക്കറ്റ്സ് റെഡിയാക്കി എടുക്കാം. ഞാൻ കട്ട് ചെയ്ത ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. ഇനി ഇതേ വെജിറ്റബിൾസ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് രണ്ടും കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ട് സോസ് ഒഴിക്കണം. നമ്മുടെ ഗാർലിക് സോസും പിന്നെ നമ്മുടെ കൊറിയാൻഡർ സോസും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ നല്ല കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഷവർമ പോക്കറ്റ്സിൽ ഇത് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ മിക്സ് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ പോവുകയാണ്. ഇതിങ്ങനെ നിറച്ചിട്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സോസ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ആദ്യം കുറച്ച് ഗാർലിക് സോസും പിന്നെ കുറച്ച് കൊറിയാൻഡർ സോസും ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷവർമ പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ഈസി പരിപാടിയാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റും ഉണ്ട്. കടയിൽ പോയി ഷവർമ വാങ്ങിക്കാനൊന്നും ഇനി മെനക്കെടണ്ട. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.